നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ ഇവിടെ ഇപ്പോൾ ഈ എൻ ഡി എ മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ വരും. ഭാരതത്തിനുള്ളിൽ പല യോഗങ്ങളിൽ ഇത് ചർച്ചയാകുന്നു, വിഷയമാകുന്നു. അതേസമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ സിന്ദൂർ അത് ലോകരാജ്യങ്ങളോട് വിശദീകരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണല്ലോ. നമ്മുടെ സർവകക്ഷി സംഘം ലോകത്തിൻ്റെ വിവിധയിടങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. അതിൽ ഒരു സംഘം, ന്യൂയോർക്കിലെത്തിയ സംഘത്തിൻ്റെ വിവരങ്ങൾ, അതിൽ പെഹൽഗാമിൽ നടന്നത് മതപരമായ ആക്രമണമെന്ന് ശശി തരൂർ ഉൾപ്പെട്ട പ്രതിനിധി സംഘം വ്യക്തമാക്കിയ ഒരു സാഹചര്യം. അത് കേവലം ഒരു ഭീകരാക്രമണമല്ലെന്നും ആക്രമണത്തിന് ഇരകളായത് ഹിന്ദുക്കളാണെന്നും ശശി തരൂർ ന്യൂയോർക്കിൽ കൗൺസിലേഴ്സിനോട് പറഞ്ഞു എന്ന വിവരമാണ്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളും നമുക്ക് ലഭ്യമായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. By doing so in an atrocious manner, that is, it was not just a terrorist attack of somebody indiscriminately blowing up people with a bomb. It was a bunch of people going around identifying the religion of the people before them and killing them on that basis, which was clearly intended to provoke a backlash in the rest of India, since the victims were overwhelmingly Hindu. In fact, 26 people died, 25 Indians and 1 Nepalese, and the Nepalese happened, of course, didn't get a chance to say he was Nepalese, but he was a Hindu, so he would have probably been killed anyway. ഗൗതം, ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കൂടി നമ്മൾ പോവുകയാണ് എങ്കിൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ നടപ്പിലാക്കിയ ഒരു സാഹചര്യം, അതെന്തുകൊണ്ട് എന്ന ആ പേരിൻ്റെ അർത്ഥമടക്കം വരുന്ന രീതിയിൽ തന്നെയാണ് ഈ സർവകക്ഷി സംഘത്തെ നയിക്കുന്ന ശശി തരൂർ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ മതം ചോദിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് നടന്നത് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പ്രതിനിധി സംഘം അവിടെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടക്കം മുതൽ തന്നെ അമേരിക്ക എടുത്തിട്ടുള്ള നിലപാടുകൾ കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാവുന്നതാണ്. എന്താണ് ശശി തരൂർ വ്യക്തമാക്കിയത്? മറ്റ് കേന്ദ്ര സംഘങ്ങളുടെ സന്ദർശനം കൂടി. ശശി തരൂർ വളരെ പ്രസക്തമായ കാര്യമാണ് ഈ ന്യൂയോർക്കിൽ എത്തി അവിടുത്തെ കൗൺസിലേറ്റ്സിനോട് അഭിസംബോധന ചെയ്യുന്ന ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്കറിയാം, ഈ പഹൽഗാമിൽ നടന്നത് ഒരു മതപരമായ ഭീകരാക്രമണമാണ്. ഒരു സമൂഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയെ കൃത്യമായിട്ട് തന്നെ ചോദ്യം ചെയ്യുകയും അതിനുശേഷം അവർക്ക് നേരെ നിറയൊഴിക്കുകയുമായിരുന്നു. പക്ഷേ പൊതുവെ ശശി തരൂരിൻ്റെ പാർട്ടിയായ കോൺഗ്രസ് ആണെങ്കിലും അതല്ല CPM ഉൾപ്പെടെയുള്ള മറ്റ് നമ്മുടെ രാജ്യത്തെ പാർട്ടികളെല്ലാം അതൊരു മതപരമായ ആക്രമണമല്ല, അല്ലെങ്കിൽ ഭീകരാക്രമണത്തിൽ മതം ചേർക്കേണ്ടതില്ല എന്ന പ്രചരണം ഒരു ഭാഗത്ത് നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ ശശി തരൂർ കൃത്യമായിട്ട് തന്നെ അത് പോയിന്റ് ചെയ്യുന്നത് അത് മതം ചോദിച്ചുള്ള ഒരു ഭീകരാക്രമണമാണ്. കാരണം ആ ഭീകരർ കേവലം വന്ന് ഏതെങ്കിലും ഒരു ആൾക്കൂട്ടത്തിൽ ബോംബ് പൊട്ടിക്കുകയോ അല്ലെങ്കിൽ ആക്രമണം നടത്തുകയായിരുന്നില്ല, മറിച്ച് ഒരു സമൂഹത്തിൻ്റെ ഐഡൻറ്റിറ്റി കൃത്യമായിട്ട് തന്നെ പരിശോധിക്കുകയും അതിനുശേഷം ഉണ്ടായിട്ടുള്ള ആക്രമണവുമാണ്. അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നതെല്ലാം ഹിന്ദു സമൂഹത്തിൽ പെടുന്നവരാണ്. അതിനാൽ അത് കേവലം ഒരു ഭീകരാക്രമണം എന്ന നിലയിൽ മാത്രമായി അതിനെ തള്ളിക്കളയാനാവില്ല. അത് മതത്തിൻ്റെ പേര് പറഞ്ഞ് മതാടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള വലിയ ആക്രമണമാണ് എന്ന് ശശി തരൂർ ആദ്യഘട്ടത്തിൽ തന്നെ ന്യൂയോർക്കിൽ വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹം ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യം, ഭീകരത എന്നത് ഭാരതത്തെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്നത് തന്നെ ഭീകരത ലോകത്തെ എല്ലാ രാജ്യത്തിനും എല്ലാ സമൂഹത്തിനും ഭീഷണിയാണ് എന്ന സന്ദേശമാണ് നമ്മൾ ഈ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. അക്കാര്യം അദ്ദേഹം ന്യൂയോർക്കിൽ സംസാരിക്കുന്ന ഘട്ടത്തിലും ശശി തരൂർ പറയുന്നുണ്ട്. അതിന് ഉദാഹരണമായി ശശി തരൂർ പറഞ്ഞത്, ന്യൂയോർക്കിൽ എത്തിയ ഘട്ടത്തിൽ തന്നെ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ, അവരുടെ സ്തൂപത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയിരുന്നു ഈ ഭാരതത്തിൻ്റെ പ്രതിനിധി സംഘം. അക്കാര്യം തന്നെയാണ് ശശി തരൂർ പറയുന്നത്. അതായത് 2001 സെപ്റ്റംബർ മാസം 11-ാം തീയതി ന്യൂയോർക്കിൽ വേൾഡ് ട്രേഡ് സെൻറ്റർ ഇടിച്ചു നിരത്തിക്കൊണ്ട് അന്ന് അൽ-ഖ്വയ്ദ നടത്തിയ ആ വലിയ ഭീകരാക്രമണത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, സാധാരണക്കാരാണ് മരണപ്പെട്ടത്. അതിൻ്റെ മറ്റൊരു വേർഷനാണ് പഹൽഗാമിൽ ഉണ്ടായിരിക്കുന്നത്. അതിനാൽ അമേരിക്കയും ഭാരതവും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം ഈ ഭീകരാക്രമണത്തിന് ഇരകളായിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഇത് അനുഭവിക്കുന്നുണ്ട്. അതിനാൽ ഇത് അമേരിക്കയുടെ മാത്രം പ്രശ്നമോ ഭാരതത്തിൻ്റെ മാത്രം പ്രശ്നമോ അല്ല. ഭീകരവാദം എന്നത് ലോകം നേരിടുന്ന ഏറ്റവും വലിയൊരു ക്രൈസിസ് ആണ് എന്ന് കൃത്യമായ സന്ദേശം ഈ രണ്ട് ഭീകരാക്രമണങ്ങളുടെയും ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ശശി തരൂർ അവിടെ നടത്തുന്നുണ്ടായിരുന്നു. ഒപ്പം പാകിസ്ഥാൻ്റെ ബന്ധം, പ്രത്യേകിച്ച് ലഷ്കർ ഇ തോയ്ബ പോലെയുള്ള ഭീകര സംഘടനകളെ പാകിസ്ഥാൻ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ ഭീകരാക്രമണം നടത്തിയിട്ടുള്ളത് റെസിസ്റ്റന്റ് ഫ്രണ്ട് ആണെങ്കിലും അത് ലഷ്കർ ഇ തോയ്ബയുടെ അനുബന്ധ സംഘടനയാണ്. US-ഉം UN-ഉം ഉൾപ്പെടെയുള്ള ഏജൻസികളും US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഭീകര സംഘടനകളുടെ പട്ടികയിൽ പെടുത്തിയിട്ടുള്ള സംഘടനയാണ് ലഷ്കർ ഇ തോയ്ബ ആണെങ്കിലും ഇപ്പോഴത്തെ റെസിസ്റ്റന്റ് ഫ്രണ്ട് ആണെങ്കിലും. അതിനാൽ ഇത്തരം സംഘടനകളെ
പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് പാകിസ്ഥാൻ കൈക്കൊള്ളുന്നതെന്നും ഇത് കൃത്യമായി ലോകരാജ്യങ്ങൾ മനസ്സിലാക്കണമെന്നും ശശി തരൂർ ഈ കൗൺസിലേഴ്സിനെ അഭിസംബോധന ചെയ്യുന്ന ഘട്ടത്തിൽ അവരോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഇന്നലെയാണ് ശശി തരൂരിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ US-ലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ശശി തരൂർ നേതൃത്വം നൽകുന്ന ടീം US കൂടാതെ മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് പനാമ, അതോടൊപ്പം തന്നെ ഗയാന, ബ്രസീൽ, കൊളംബിയ എന്നീ രാജ്യങ്ങളാണ് ശശി തരൂർ നേതൃത്വം നൽകുന്ന ഈ 8-അംഗ സംഘം സന്ദർശിക്കുന്നത്. വീണ. ഓക്കെ, പെഹൽഗാമിലേക്ക് മതം ചോദിച്ചുകൊണ്ട് നടന്ന ആക്രമണം തന്നെയാണെന്ന് ഭാരതം ആദ്യം പറഞ്ഞു വയ്ക്കാൻ ശ്രമിച്ച കാര്യം തന്നെയാണ് ശശി തരൂരിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം US-ൽ ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണോ ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് ഭാരതം ഉദ്ദേശിച്ചത് അതുതന്നെയാണ് അദ്ദേഹം വ്യക്തമായി അവിടെ പറഞ്ഞിരിക്കുന്നത്.